ഉദയ്പൂർ ഗ്രാമത്തിനു ചുറ്റും കൊടും കാടായിരുന്നു. ഈ കാട്ടിലാണ് ഗ്രാമത്തിലെ ജനങ്ങൾ പൂജ ചെയ്തിരുന്നത്. മാത്രമല്ല, ഇവർക്ക് മുള കൊണ്ടുണ്ടാക്കിയ വീടുകൾ, അതിന്റെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. ഈ ഗ്രാമത്തിൽ സോംനാഥ് എന്ന പേരുള്ള ഒരു ആശാരി ഉണ്ടായിരുന്നു. മറ്റൊരു നല്ല ദിവസം. മരദൈവത്തിന്റെ ആശീർവാദത്താൽ ഈ ഭൂമി നന്നായിരിക്കട്ടെ. അപ്പോഴാണ് അവിടെ ഉദയ്പൂർ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് സോംനാഥ്? എല്ലാം നന്നായിട്ട് പോവല്ലേ? എല്ലാം വനദൈവത്തിന്റെ ആശീർവാദമാ. നിങ്ങൾ പറയൂ, എന്താ ഈ വഴിക്ക്? എന്റെ വീട്ടിന്റെ കതവ് ശരിയാക്കണമെന്നേ. നിനക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് ശരിയാക്കിത്തടാ. ശരി നേതാവേ. ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്ന പുതിയ കോൺട്രാക്ടർ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അത് ശരി, പക്ഷെ കോൺട്രാക്ടർ എന്തിനാ നിന്നെ വിളിച്ചത്? അറിയില്ല നേതാവേ, അങ്ങോട്ടേക്ക് പോയാലേ എനിക്ക് അറിയുള്ളൂ. ആ കോൺട്രാക്ടർ അത്ര നല്ലവനൊന്നുമല്ല. സൂക്ഷിച്ച് ജോലി ചെയ്യണം കേട്ടോ. കുറെ നാളുകളായി ഇവിടുത്തെ ചെമ്മരങ്ങളൊക്കെ വെട്ടി വിൽക്കണമെന്നാ അവൻ എന്റെ അടുത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നങ്ങ് പറഞ്ഞു. ഈ കാര്യവും പിടിച്ച് എപ്പോഴും എന്റെ പെർക്ക കൂടെ നടക്കുക. ശരി നേതാവേ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള ജോലിയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം. ഗ്രാമത്തലവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സോംനാഥ് തന്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷം സോംനാഥ് സൂപ്പർവൈസറുടെ വീട്ടിലേക്ക് പോയി. വാ സോംനാഥ്, എന്താ വരാൻ ഇത്രയും ലേറ്റ് ആയത്? ഞാൻ നേതാവിന്റെ അടുത്ത് സംസാരിച്ച് നിന്നത് കാരണം കുറച്ച് ലേറ്റായി പോയി. എന്നാ നിങ്ങൾ പറയൂ, എന്ത് ജോലിക്ക് വേണ്ടിയാ നിങ്ങൾ എന്നെ വിളിച്ചത്? നീ ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല പണിക്കാരെന്നാ ഞാൻ കേട്ടത്. അത് സത്യമല്ലേ? അതേ കോൺട്രാക്ടറെ, മുള വെച്ച് ഞാൻ വീടും കെട്ടാറുണ്ട്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താ കെട്ടിത്തരേണ്ടത്? അതെയോ, നീ മുള കൊണ്ട് മാത്രമേ വീട് കെട്ടുള്ളൂ? അങ്ങനെയാണെങ്കിൽ ആ വനത്തിനകത്തുള്ള ചെമ്മരങ്ങളൊക്കെയോ? നിങ്ങൾ എന്താണ് ഈ പറയുന്ന കോൺട്രാക്ടറെ? നിങ്ങൾ പുതിയ ആളായത് കാരണം ഇത്തവണത്തേക്ക് ഞാൻ വിട്ടുകളയാം. പക്ഷെ ഒന്ന് ഓർമ്മ വെച്ചോളൂ, ഈ ചെമ്മരങ്ങളെല്ലാം ഞങ്ങൾ ദൈവമായി വണങ്ങുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ജോലികളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ശരി, അതൊക്കെ ശരിയാ. പക്ഷെ നീ എന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാ നിനക്ക് കുറേ പൈസ കിട്ടുമല്ലോ. ഈ ചെമ്മരങ്ങൾക്കൊക്കെ നഗരത്തിൽ നിറയെ പൈസ കിട്ടും. നഗരത്തിൽ എത്ര പൈസ കിട്ടിയാൽ എന്താ? ഇത് ഉദയ്പൂർ ഗ്രാമമല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പഞ്ചായത്തിൽ പോയി പറയാൻ പോവാണ്. നിങ്ങളെ പോലത്തെ ഒരാളിന് ഈ ഗ്രാമത്തിൽ താമസിക്കാൻ യാതൊരു അർഹതയുമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതെ മോനെ. നിങ്ങളെ പോലത്തെ ഗ്രാമവാസികളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോയി പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യ. സോംനാഥ് സൂപ്പർവൈസറുടെ ഈ വാക്കുകൾ കേട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. സോംനാഥിന്റെ മുഖത്തെ വിഷമം കണ്ട് മീന അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്? എന്തുപറ്റി? ഇന്ന് കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല മീന, ആ പുതിയ കോൺട്രാക്ടർ വന്നിട്ടില്ലേ, എപ്പോ നോക്കിയാലും വനം വെട്ടുന്നതിനെ കുറിച്ചാ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് ചെയ്തൂടെ? ഇപ്പോഴാണ് ഞാൻ പഞ്ചായത്തിലേക്ക് പോയി കാര്യം പറഞ്ഞിട്ട് വരുന്നത്. നാളെ പഞ്ചായത്തുണ്ട്. ആ സമയം ഇയാളെ നാട് വിട്ട് അയക്കാനാ ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെ ശരിയായ തീരുമാനമാണ്. ഇതുപോലെയുള്ള കള്ളന്മാർക്കും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർക്കും ഈ ഗ്രാമത്തിൽ നിൽക്കാൻ അർഹതയില്ല. ഗ്രാമവാസികളിൽ ഒരുവിധം എല്ലാവരും പഞ്ചായത്തിന് വന്നു. ഗ്രാമത്തലവൻ, സോംനാഥ്, മീന, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാവരും. പിന്നെ അവിടെ രേഖയും സന്തോഷമുണ്ടായിരുന്നു. എന്താ അത്ര വലിയ കാര്യം സംഭവിച്ചത്? എന്തിനാ ഞങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? നിങ്ങൾക്കൊന്നും ഒരു പണിയും ഇല്ലാതെ ഇരിക്കല്ലേ? നിങ്ങളിരുന്ന് പഞ്ചായത്ത് നോക്കിക്കോ. എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? പഞ്ചായത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളെ വിളിക്കേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ കോൺട്രാക്ടറെ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുടെ പച്ചപ്പുള്ള വനത്തിൽ നിന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാനല്ലേ തന്റെ പദ്ധതി. അത്രമാത്രമല്ല, എനിക്ക് പൈസ തന്ന് എന്നെ മേടിക്കാനും നീ ട്രൈ ചെയ്തില്ലേ? ഇനി ഭാവിയിൽ പണം സമ്പാദിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ഗ്രാമം വിട്ടു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ഈ പദ്ധതിയൊന്നും ഇവിടെ നടക്കത്തില്ല കോൺട്രാക്ടറെ. ഉടനെ തന്നെ ഈ ഗ്രാമം വിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. അതാണ് നിങ്ങൾക്ക് നല്ലത്. ദാ കിളവനെ കണ്ടില്ലേ? എല്ലാരെയും നിങ്ങളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റില്ലതാ. സന്തോഷം രേഖയുടെയും കുടുംബം ഇതിന്റെ നല്ലതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അവര് നിങ്ങളെ പോലത്തെ മണ്ടന്മാരല്ല. എന്ത്? നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു? പൈസയ്ക്ക് വേണ്ടിയായിട്ട് നമ്മൾ ഇത്രയും നാള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് എങ്ങനെ നിങ്ങളെ കൊണ്ട് വെട്ടാൻ കഴിയുന്നു? മതി, ഒരുപാടൊന്നും നീ സംസാരിക്കണ്ട. നിനക്ക് മുള മുറിക്കാമെങ്കിൽ ചുവന്ന മരം മുറിക്കുന്നതിന് പിന്നെന്താ തടസ്സം? ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. കോൺട്രാക്ടർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ വെട്ടാൻ കൂടെ നിൽക്കാം.
നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളും ഈ കോൺട്രാക്ടറിന് കൂടെ ചേർന്ന് ഈ നാട് വിട്ട് വെളിയിൽ പോയിക്കോളൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധി എവിടെയെങ്കിലും അഴിച്ചു വെച്ചിരിക്കുകയാണോ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ നാട്ടുകാർ വനത്തിനെ അവരുടെ ദൈവമായാണ് കരുതുന്നത്. അവിടെയുള്ള ചെമ്മരങ്ങളെ വെട്ടണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ഒരു സ്ഥാനവും ഇല്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ ചെമ്മരങ്ങളെയാ വെട്ടാൻ തീരുമാനിച്ചത്. ഷേ, സോംനാഥിന് നേതാവിന് ഇത് ഒട്ടും ശരിയാവത്തില്ല. ഈ കാടിന് വേണ്ടി ഈ ജനങ്ങളെല്ലാരും എന്റെ അടുത്തേക്ക് ഒരു ദിവസം വരും, തീർച്ചയായും വരും. ഞാനും നോക്കട്ടെ ഈ സോംനാഥ് ഈ ഗ്രാമത്തിൽ കിട്ടുന്ന മുളകൾ വെച്ച് എന്തുമാത്രം സാധനങ്ങൾ ചെയ്ത് വിൽക്കുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ അവിടെ നിന്നും പോയി. അവരെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെന്താ വല്ലാതെ കഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് പോയത്. എനിക്കെന്തോ വല്ലാതെ പേടിയാകുന്നു. ഇവൻ പോയി എന്ത് കാണിക്കാൻ പോകുന്ന എനിക്ക് അറിയില്ലല്ലോ. എന്ത് ശാന്തമായ ഗ്രാമം. ഇവനെ പോലത്തെ ക്രൂരന്മാര് കാരണം അശാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരിയാ നിങ്ങൾ പറഞ്ഞത്. ഈ കോൺട്രാക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമുക്ക് നോക്കാം. വനദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പേടിക്കണം? നീ ശരിയാ പറഞ്ഞത് സോംനാഥ്. ആ വനദൈവം നമുക്ക് തീർച്ചയായും ഒരു നല്ല വഴി കാണിക്കും. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. പോയി മുളയും വെട്ടാനുണ്ട് നിങ്ങളുടെ കതവ് ശരിയാക്കാൻ വേണ്ടി. ഇനിയും കുറച്ച് സമയത്തിൽ ഇരുട്ടാൻ പോവല്ലേ. നീ നാളെ പോയി ചെയ്താൽ മതി. ഗ്രാമത്തലവൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോ തന്നെ ഒരുപാട് വൈകി. ഇനി എന്തായാലും നാളെ പോയാ മതി. ഞാൻ വേഗം തന്നെ പോയി വെട്ടിയിട്ട് വരാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോംനാഥ് അവിടെ നിന്നും നേരെ കാട്ടിലേക്ക് പോയി. ആ സമയം സൂപ്പർവൈസറുടെ വീട്ടിൽ സന്തോഷവും രേഖയും ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ശരി, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ചെമ്മരങ്ങൾ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഈ നശിച്ച ഗ്രാമത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മണ്ടന്മാരെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഈ കാട് കൊണ്ട് ഇവർക്ക് എന്ത് പ്രയോജനമാ ഉള്ളത്? ഈ ജനങ്ങളെ നമ്മൾ പിന്നിൽ നിന്ന് തള്ളിയാലേ പറ്റൂ. മുളയ്ക്ക് പകരം ചെമ്മരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയണം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതെങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ ഗ്രാമത്തിൽ തീ അങ്ങ് വെച്ച് കളയാം. എല്ലാ വീടും എരിഞ്ഞു കഴിഞ്ഞാ പിന്നെ എവിടെ പോയി താമസിക്കും അവര്? വേറെ വീട് കാണില്ലല്ലോ. എന്നാലേ ഇവന്മാർക്കൊക്കെ ബുദ്ധി വരുള്ളൂ. നന്നായി. പിന്നെ എന്തിനാ വൈകിക്കുന്നേ? നമുക്ക് ഇന്ന് തന്നെ പോയി കൊളുത്തി കളയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് സോംനാഥ് മുള വെട്ടാനായി കാട്ടിലേക്ക് പോയത്. അദ്ദേഹം നോക്കുമ്പോൾ ആ കാട്ടിൽ ഒരു മനുഷ്യൻ മുളന്തോട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടു. എടോ, എന്താ കാര്യം? എന്തിനാ ഈ കാട്ടിനകത്ത് തനിച്ചു വന്നിരിക്കുന്നേ? എനിക്കെന്താ ചേട്ടാ ഇവിടെ ഒന്ന് ചുമ്മാ ഇരിക്കാൻ വട്ടാണോ? ഞാനൊരു പാവാ. എന്റെ കൂടെ വന്നവരെന്നെ ഇവിടെ തന്നെ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ടേക്കോ പോയി. ഇത് വളരെ വിഷമം വരുന്ന കാര്യമാ. ശരി, പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോട്ടെ. വേണ്ട ചേട്ടാ, വേണ്ട. അവരെന്നെ ഈ അവസ്ഥയിൽ തന്നെ ഇവിടെ വിട്ടിട്ട് പോയല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ ഇനി ആർക്കും ഒരു ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് ഒരേ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. നിങ്ങൾ എന്റെ കാലുകൾ മാത്രം തിരിച്ചു തന്നാൽ മതി. അത് പറ്റാത്ത കാര്യമല്ലേ? അതെങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ചേട്ടാ എന്നെ ഈ കാട്ടിനകത്ത് തന്നെ വിട്ടിട്ട് പോകും. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ സോംനാഥ് ആ മുളകൾ വെച്ച് ഒരു വീൽ ചെയർ ഉണ്ടാക്കി. ഇതെടുത്തോളൂ. ഇനി ഇത് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതല്ലാതെ വേറെ ആർക്കും നിങ്ങളൊരു ഭാരവും ആവില്ല. ഇപ്പം നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ ഒരു വനദേവനായി മാറി സോംനാഥിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. സോംനാഥ്, ഞാൻ നിന്റെ പ്രവൃത്തി കണ്ട് വളരെ സന്തോഷപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല നിന്റെ ബുദ്ധിയും. ഈ ഗ്രാമത്തിനൊരു വലിയ സങ്കടം നടക്കാൻ പോവാ. ഞാൻ നിനക്കൊരു വരം തരാം. അത് നീ ശരിയായി ഉപയോഗിച്ച് ഈ ഗ്രാമത്തിനെ രക്ഷിക്കണം. എന്റെ ആശീർവാദം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്ത് സങ്കടമാ? മീനയും നാട്ടുകാരും നന്നായിട്ടല്ലേ ഇരിക്കുന്നത്? നീ അതിനെക്കുറിച്ച് ഓർക്കണ്ട. ആരുടെ ജീവനും ഒരു ആപത്തും വരാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് ഉടയ്ക്കാൻ പറ്റാത്ത വജ്രം പോലെ ശക്തമായ മുള തരാം. അത് നീ പറയുന്നതെല്ലാം കേൾക്കും. എപ്പം വിചാരിച്ചാലും ആ മുളകൾ നിന്റെ മുമ്പിലേക്ക് വരും. ആ മുളകൾ എപ്പം എവിടെ വെച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാം നിനക്ക്. വളരെ നന്ദിയുണ്ട് സ്വാമി, വളരെ നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വനദേവൻ അവിടെ നിന്നും മറഞ്ഞുപോയി. സോംനാഥ് ആണെങ്കിലോ ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നേതാവേ, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എങ്ങനെയാ ഇവിടെ തീ പിടിച്ചത്? എനിക്കറിയില്ല. ഇത്രയും വലിയ തീ പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എവിടെ പോയി താമസിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കരയരുത് നേതാവേ. ഈ സമയം നിങ്ങൾ വേണം ശക്തമായിരിക്കാൻ. ആ കോൺട്രാക്ടർ എവിടെയാ?
അവരെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല മോനെ. ഇതെല്ലാം അവരുടെ പണിയായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നേ. തീർച്ചയായും ചെമ്മരങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ്, അതും ഈ സമയത്ത് നമ്മുടെ അടുത്ത് അത്രയ്ക്കുള്ള മുളകളൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് വീടുകളും കെട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ? ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം നാളെ പഞ്ചായത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ പഞ്ചായത്തിലേക്ക് സൂപ്പർവൈസറും തന്റെ കൂട്ടുകാരും ചേർന്ന് വന്നു. എന്നിട്ട് ഗ്രാമവാസികളോടായി തങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളും എരിഞ്ഞുപോയി. ഇത്രയും വീടുകളും മുളകൾ കൊണ്ട് കിട്ടുന്നത് ഇപ്പൊ വളരെ കഠിനമാണ്. കാരണം അത്രയും മുളകൾ ഇപ്പൊ ഈ ഗ്രാമത്തിലില്ല. പക്ഷെ നിങ്ങൾ ഗ്രാമത്തിലുള്ള ആൾക്കാർ ആശിച്ച ഞാൻ നിങ്ങളുടെ എല്ലാ വീടുകളും തിരിച്ചു കെട്ടിത്തരാം ചെമ്മരത്തില്. നീ തന്നെ തീ വെച്ചിട്ട് നീ തന്നെ വീട് കെട്ടിത്തരാന്നോ? ഒരിക്കലും ഞങ്ങൾ ആ ചെമ്മരങ്ങൾ വെട്ടാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ നീ പോയി ചെയ്യ. പക്ഷേ സോംനാഥ്, ഇതിന് വേറെന്താണ് ഒരു വഴി? പറയ സോംനാഥ്, നീയല്ലേ ബുദ്ധിശാലി. എന്താണ് അതിനൊരു വഴി? ഈ പ്രശ്നത്തിന് എന്താണ് ഒരു അറുതി പറയാൻ പോന്നേ? ഇവന്റെ വീട് കത്തിപ്പോയില്ലേ, അതോടെ ഇവന്റെ ബുദ്ധിയും മങ്ങിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്നിനെ കൊണ്ട് പേടിക്കേണ്ട നേതാവേ. എന്റെ അടുത്ത് വനദൈവത്തിന്റെ ആശീർവാദമുണ്ട്. എന്താശീർവാദമാ? കാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും സോംനാഥ് ഗ്രാമത്തലവനോടും ഗ്രാമവാസികളോടുമായി വിശദീകരിച്ചു. എന്ത്? അതെയോ? ഇത് ശരിക്കും നല്ല കാര്യമല്ലേ? അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. അവൻ അവന്റെ വ്യാപാരം നടത്താൻ വേണ്ടി എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലല്ലേ അവന്റെ മുള കൊണ്ടുള്ള വീടുകൾ കെട്ടി അവന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ഒരേ ഒരു വീട് മാത്രമേ കെട്ടാൻ പോകുന്നുള്ളൂ. നീ എന്താ മോനെ ഇങ്ങനെ പറഞ്ഞേ? നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. എല്ലാരും മണ്ടന്മാരെന്നാണോ നീ വിചാരിക്കുന്നേ? നിങ്ങളിൽ ആർക്കൊക്കെ വീട് വേണോ, അതും ഫ്രീന് ആർക്കൊക്കെ വീട് വേണോ, എല്ലാരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞാ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ രേഖയെയും സന്തോഷിനെയും കൂട്ടി അവിടെ നിന്നും പോയി. എല്ലാവരും സോംനാഥിനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ തുടങ്ങി. ഞാൻ ജോലി തുടങ്ങാൻ പോവാ. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരാം. എല്ലാവർക്കും ഇവിടെ ഒരു ആശങ്കയുണ്ട്. എല്ലാരും ഭയന്നിരിക്കുക. പക്ഷെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് സോംനാഥ്. നീ തുടങ്ങിക്കോ. അതേ പഞ്ചായത്ത് നടന്ന ആ സ്ഥലത്ത് തന്നെ സോംനാഥ് തന്റെ മുളകൾ കൊണ്ട് ഒരു വളരെ വലിയ കെട്ടിടമുണ്ടാക്കാൻ തീരുമാനിച്ചു. തന്നെത്താൻ പറന്നുപോകുന്ന ആ മുളകൾ കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. വനദൈവം വിജയിക്കട്ടെ, സോംനാഥ് വിജയിക്കട്ടെ. എല്ലാവരും വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് ഉരുവിട്ടു. സൂപ്പർവൈസർ പിറ്റേ ദിവസം കോപാകുലനായി ചിന്തിച്ചു. എന്താ കാര്യം കോൺട്രാക്ടറെ? എന്തിനാ നിങ്ങൾ ഇത്രയ്ക്കും ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ട് ദേഷ്യം വരത്തില്ല? എല്ലാവർക്കും ഇന്ന് കാലത്തെ വരെയല്ലേ സമയം കൊടുത്തത്. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അത്രയും വലിയ ഒരു കെട്ടിടം കണ്ട് സൂപ്പർവൈസറിന് അസൂയ തോന്നി. ആ സമയത്താണ് ഗ്രാമത്തലവനും സോംനാഥും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇത് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിച്ചു? ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒറ്റ ദിവസത്തിലോ? ഇത് കണ്ടിട്ട് നീ മുള കൊണ്ട് ഒരു ബിർജ് ഖലീഫ തന്നെ കെട്ടിയതുപോലെ ഉണ്ടല്ലോ. സോംനാഥ് പറഞ്ഞ കാര്യം നീയല്ലേ വിശ്വസിക്കാത്തത്? ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നോ? വനദൈവം ഞങ്ങളുടെ കൂടെയാ ഉള്ളതെന്ന് ഇപ്പം പറയും കൺട്രാക്ടേ. ഇതെങ്ങനെയുണ്ട്? ഈ മുള കൊണ്ടുണ്ടാക്കിയ ബുർജ് ഖലീഫയിൽ എത്ര പേര് താമസിക്കണമെന്ന് വിചാരിച്ചാലും അവർക്ക് താമസിക്കാം. എന്നിട്ട് ഇതിന്റെ സ്ട്രെങ്ത് വൈരം പോലെ സ്ട്രോങ് ആയിരിക്കും. ഇനി എന്തൊക്കെയാ സംഭവിക്കുക സൂപ്പർവൈസർ? ഞങ്ങളോട് ക്ഷമിക്കൂ സോമനാഥ്. ഞങ്ങൾ വനദൈവത്തിനെ വിശ്വസിക്കാതെ വലിയ ഒരു മണ്ടത്തരവാ കാണിച്ചത്. ഞങ്ങളോട് ക്ഷമിക്ക്. എന്നിട്ട് അവരോട് തിരിച്ച് ഗ്രാമത്തിലേക്ക് വരാൻ പറ. നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? ഇവര് പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്ന വാക്കും കേട്ട് ഞങ്ങളുടെ സ്വന്തം ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ചില്ല. എന്ത് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാ. ശരി, നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിൽ താമസിച്ചോളൂ. പക്ഷെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത് നല്ലതല്ല കേട്ടോ. ഇതിനേക്കാളും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കൺട്രാക്ടേ? തീർച്ചയായും ചെയ്യും. ഇപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവാ. പക്ഷെ തീർച്ചയായും തിരിച്ചു വരും. അപ്പൊ കണ്ടോ. പോയിക്കോളൂ പോയിക്കോളൂ, ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കാം. സൂപ്പർവൈസർ അവിടെ നിന്നും പോയി. അപ്പോഴാണ് സോംനാഥ് മുളകൾ ഉണ്ടാക്കിയത്. ആ മുളകളോട് അദ്ദേഹം എന്തോ പറഞ്ഞു. അയാൾ തിരിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നേതാവേ. അതിനെ കൊളുത്ത്. നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഞാനതങ്ങ് ചെയ്യൂലോ.
ആ സൂപ്പർവൈസറും അതിന്റെ ശിങ്കിടിയും ആ മുളകൊണ്ടുണ്ടാക്കിയ ബുർജ് ഖലീഫ കത്തിക്കാൻ തുടങ്ങി. 10 മുളങ്കൊമ്പുകൾ വന്ന് അവരെ രണ്ടുപേരെയും തല്ലി ചതച്ചു. അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും വന്ന് രക്ഷിക്കേ! അയ്യോ അയ്യോ, ഞങ്ങൾ അടിക്കുന്നേ! അയ്യോ, ആരെങ്കിലും വന്ന് രക്ഷിക്കേ! ഞങ്ങളെ കൊല്ലല്ലേ! അയ്യോ, ഞങ്ങളെ വിട്ടേക്ക്! ഞങ്ങളൊന്നും ചെയ്തില്ല! അയ്യോ അയ്യോ. ആ സമയം സോംനാഥും ഗ്രാമത്തലവനും ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആൾക്കാര് പറഞ്ഞത് ശരിയാ. 4 വാക്കിനേക്കാളും 4 അടിയായിരിക്കും ഒരാളെ നന്നാക്കുന്നതെന്ന്. എല്ലാരും പൊയ്ക്കോളൂ ഇവിടുന്ന്. ആരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു പോരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ ഗ്രാമത്തിന്റെ 7 അയലത്ത് കണ്ടുപോരുത്. സൂപ്പർവൈസറും ശിങ്കിടിയും അവിടെ നിന്ന് പേടിച്ചോടി. അങ്ങനെ വനദേവതയുടെ അനുഗ്രഹത്തോടെ ഉധവ്പൂർ ഗ്രാമവും ഗ്രാമവാസികളും സന്തോഷത്തോടെ ജീവിതം തുടർന്നു.